സംസ്ഥാനത്ത് വീണ്ടും ഹെലികോപ്റ്റർ വഴി അവയവ കൈമാറ്റം. മസ്തിഷ്ക മരണം സംഭവിച്ച സെൽവിന്റെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവൻ നൽകും. കൊച്ചി ലിസി ആശുപത്രിയിൽ 16-കാരന് ഹൃദയമാറ്റ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു. GST വിഹിതത്തിൽ കേരളത്തിന്റെ വാദം തള്ളി കേന്ദ്ര ധനമന്ത്രി. 2 തവണ ആവശ്യപ്പെട്ടിട്ടും കേരളം മറുപടി നൽകിയില്ല. GST വിഹിതം കിട്ടണമെങ്കിൽ AG വഴി കണക്ക് നൽകണമെന്ന് നിർമ്മല സീതാരാമൻ. സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് നൽകേണ്ടത് സംസ്ഥാന സർക്കാരെന്നും ധനമന്ത്രി. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. ഇനിയും വിളിപ്പിച്ചാൽ വരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. മൊഴിയെടുക്കാനാണ് വിളിച്ചതെന്നും രാഹുൽ. വിവാദത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പ്. ചൈനയിൽ കുട്ടികളിലെ അജ്ഞാത വൈറസ് ബാധയിൽ കേരളത്തിന്റെ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി. സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്ന് വീണ ജോർജ്. ആരോഗ്യവകുപ്പ് പൂർണ്ണ സജ്ജമെന്നും മന്ത്രി. സാമ്പത്തിക തട്ടിപ്പാരോപണത്തിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ പിന്തുണച്ച മുഖ്യമന്ത്രി. കേസ് വ്യക്തിപരമല്ല, കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയമെന്നും മുഖ്യമന്ത്രി. കോഴിക്കോട്ട് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. പ്രഭാത യോഗവേദിയിലേക്ക് KSRTC ജീവനക്കാരുടെ പ്രതിഷേധം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിജയം തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. എതിരാളികൾ ഹൈദരാബാദ് FC. മത്സരം രാത്രി 8-ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം T20 നാളെ. വിശദാംശങ്ങളിലേക്ക്.